അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, എ.പി. അബൂബക്കർ മുസ്ലിയാർ കാന്തപുരത്തിൻ്റെ മകൻ അബ്ദുൽ ഹക്കീം അസ്അരിയെ ട്രോളുന്ന നൗഷാദ് ഹസനെയാണ് നമുക്കിന്ന് കാണാനുള്ളത്. ആദ്യത്തെ ട്രോളൊന്ന് കാണാം. നിങ്ങൾക്ക് ദുനിയാവിൻ്റെ ഇൽമ പോലും ഇല്ല, എന്നിട്ടല്ലേ അതല്ലേ നമ്മളെ ലൈസിൽ മണ്ണെണ്ണ വന്ന് അല്ലേ? ഒന്ന് എടുക്ക് കേട്ടോളൂ. 5 രൂപയ്ക്ക് വെക്കുന്ന ലേസ് എന്ന് പറഞ്ഞ ജൂതന്മാരുടെ ഒരു ചിപ്സ് ഉണ്ട്. എന്താണത്? കഴിച്ചാൽ പിന്നെയും പിന്നെയും കഴിക്കാൻ ആഗ്രഹം വരുന്നത് മണ്ണെണ്ണയിൽ പൊരിക്കുന്നത് കൊണ്ടാണ്. ഒരു മണ്ണെണ്ണന്റെ വാസന അതിനുണ്ടാകും. പിന്നെ എന്തുകൊണ്ടാണ് ഈ ബലൂണ് പോലെ വീർത്തു നിൽക്കുന്നതിന്റെ കവറ്? ഞാൻ നേരത്തെ പറഞ്ഞ ചില വാതകങ്ങൾ ഈ പാക്കേജിന്റെ ഭാഗമായി അടിക്കുന്നതാണ്. ഞാൻ നേരിട്ട് കൊല്ലത്ത് ഫാക്ടറികളിൽ ചെന്ന് കണ്ടതുകൊണ്ടാണ് പറയുന്നത്. എന്ത് ജാതി തള്ളു അല്ലേ? അതെ, ഇത് നമ്മൾ പലതവണ ഈ തള്ളു കാണിച്ചാണ്. എവിടെയായിരുന്നു നിങ്ങളൊക്കെ അതുവരെ അല്ലേ? അന്ന് നിങ്ങളെ തിരിച്ചു വിളിക്കുന്നു കരുതിയത് കൊണ്ട് അല്ലേ നൗഷാദേ? ഒന്നും മുണ്ടിയില്ല. അപ്പോൾ നിങ്ങളെ തിരിച്ചു വിളിക്കൂല എന്നുള്ള തീരുമാനമായി. അപ്പോൾ ട്രോളുമായിട്ട് ഇറങ്ങിക്കാണ്. എന്താണ് നൗഷാദ് ട്രോളിൽ കാണാം. ഒന്ന് നോക്കി വിടണ്ടേ? അപ്പൊ നിങ്ങൾക്ക് 5 രൂപയുടെ ലൈസൻസിനെ സംബന്ധിച്ച് പോലും വിവരമില്ല. മാത്രമല്ല, അയാൾ വലിയ ടെക്നോളജിയാണെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, നക്കിയാൽ രുചി വരുന്നത്. അതൊക്കെ കേട്ടാൽ നിങ്ങളെ ടെൻഷനൊക്കെ പോയിക്കോളൂ. ഒന്ന് വിട്ടുകൊടുക്ക്. അത് കേൾക്കുന്നതിന് മുമ്പേ പറയുവാനുള്ളത്, എ.പി. അബൂബക്കർ മുസ്ലിയാർ കാന്തപുരത്തിൻ്റെ മകൻ അബ്ദുൽ ഹക്കീം അസ്അരി എന്ന് പറയുന്ന ആൾക്ക് ദുനിയാവിനെ കുറിച്ച് പോലും വിവരമില്ല എന്നാണ് പറഞ്ഞത്. സത്യമല്ലേ അത് നൗഷാദ് പറഞ്ഞൊരു കാര്യമാണ്. നൗഷാദെ, നിങ്ങൾക്കും ദുനിയാവിനെക്കുറിച്ച് പോലും വിവരമില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ഇനി അടുത്തത് നക്കി നോക്കിയാൽ ടേസ്റ്റ് കിട്ടുന്ന സാധനം നമ്മൾ കാണിച്ചതാണ്. എന്തായാലും സഹോദരന്മാരെ, നിങ്ങൾ ഒന്നുകൂടി കാണുക. നമ്മൾ അതിലിനി അപ്പുറം പറയാനൊന്നും ഇരിക്കുന്നില്ല. കണ്ടോക്കിയും എന്തൊക്കെയാണ് ഇവർ പറഞ്ഞു കൂട്ടുന്നത് എന്നുള്ളത് മനസ്സിലാക്കുവാൻ ഇതൊക്കെ ധാരാളമാണ് എന്ന ഓർമ്മപ്പെടുത്തലോടെ വീഡിയോയിലേക്ക്. നമ്മളൊരു എഴുത്ത് ഇവിടെ വെച്ചാൽ ദുബായിൽ പ്രിന്റ് ചെയ്യും, ഫാക്സ്. അതുപോലെ ഇവിടെ ടൈപ്പ് ചെയ്താൽ അവിടെ വായിക്കാൻ കഴിയും. പിന്നെ ഇമെയിൽ വന്നു. അന്ന് അദ്ദേഹം പറഞ്ഞു, ഇനി പരീക്ഷിക്കുന്നത് ഈ അൽ മഹദറത്തുൽ ബദരി എന്ന കിതാബ് ഇപ്പൊ ആവശ്യമുണ്ട് ദുബായിൽ. എന്നാൽ ഞാൻ ഈ മെഷീന്റെ മുകളിൽ ഇവിടെ വെക്കും, നമ്പർ അടിച്ച് സ്വിച്ച് ഇട്ടാൽ അവിടെ എടുക്കാൻ കിട്ടുമെന്ന്. പ്രിന്റ് അല്ല, അങ്ങനെ തന്നെ. ഈ ഒരു വാച്ച് ആവശ്യമുണ്ട്, ഇവിടെ വെച്ചാൽ അവിടെ കിട്ടും. അതിനു വേണ്ടിയുള്ള ശ്രമത്തിലാണ്. അത് പറയുമ്പോ നമുക്ക് തോന്നുന്നു അതൊക്കെ നടക്കുമോ? മെനയാന്നതാ ഒരു റിപ്പോർട്ട് കൊറിയയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്യുമ്പോ പൊരിച്ച മീൻ വേണം. പൊരിച്ചതോ പൊള്ളിച്ചതോ കരിച്ചതോ മുളകിട്ടതോ ഏതാ വേണ്ടത്? അപ്പോ അവിടുന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് ഇങ്ങോട്ട് അയക്കും. ആ ഫോട്ടോ ഒന്ന് ഇങ്ങനെ നക്കി നോക്കിയാൽ നാവിൽ രുചി അനുഭവപ്പെടും. സുബ്ഹാനല്ലാഹ്, പറയൂ സുബ്ഹാനല്ലാഹ്. അങ്ങനത്തെ അത്ഭുതം കാണുമ്പോ പറയേണ്ടതാണ്. ഇയാദി വിടുമ്പോ പറയാനുള്ള അല്ല സുബ്ഹാനല്ലാഹ്. അതിനൊരു നിലയും വിലയൊക്കെ ഉണ്ട്. മൊബൈലും അങ്ങനെ നക്കിയാൽ രുചി വരും എന്നാ പറഞ്ഞു. അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്താൽ ഈ കടലാസുമൊക്കെ പോയി നക്കിയാൽ കടലാസ് ബാക്കി ഉണ്ടാവും. അപ്പൊ ഒരു വിവരവുമില്ല. ദുന്യവിയായ വിവരവും നൽകപ്പെട്ടിട്ടില്ല, ഉഹ്റവിയായ വിവരം തീരെയില്ല. എന്നിട്ട് ഈ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഈ ഉലകത്തിലെ എല്ലാ ഔലിയാക്കന്മാരെയും, പ്രത്യേകിച്ച് മടവൂർ ശൈഖുനയെ പോലെ, നാഗൂർ ശൈഖുനയെ പോലെ, അജ്മീർ ഖാജാ തങ്ങളെ പോലെ മടവൂർ ശൈഖുനയിലേക്ക് ചേർക്കപ്പെട്ട് പറയുന്ന ഔസുൽ ആലം തങ്ങളെ പോലെയുള്ള ഉന്നതര തർബിയത്ത് ചെയ്ത മഹാനരായ സയ്യിദുൽ ഖൗമിന്റെ വിവരമളക്കാൻ ആരാണോ നിന്റെ മുശാവറയെ ഏൽപ്പിച്ചത്? അതിന് മാത്രം ഒരു മുശാവറ അല്ല. ഇപ്പൊ ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഇതൊക്കെ ഞങ്ങൾ തീർത്തും പൊളിച്ചു.